ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് ജോർജിയുടെ സിസ്റ്റർ ഷുചേച്ചിയുടെ മോളാണ് ഗബ്രിയേല എന്ന പേര്, നമ്മൾ ഗ്യാബി എന്ന് വിളിക്കുക. അപ്പൊ ഗ്യാബി കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു കുട്ടി സർപ്രൈസ് ആൾക്ക് കൊടുക്കാൻ. എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ എന്തായാലും ഒരു സർപ്രൈസ് ഒരുക്കാറുണ്ട്. അപ്പൊ ഇത്തവണ നമ്മളൊരു തീം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒരു 2-3 ഡേയ്സ് മുമ്പ് അവൾ വന്നിട്ട് ഇങ്ങനെ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, എനിക്ക് ബ്ലാക്ക് പിങ്കിന്റെ സാധനങ്ങൾ വേണം, ബ്ലാക്ക് പിങ്കിന്റെ സംഭവങ്ങൾ വേണം എന്നൊക്കെ. അപ്പൊ അവളുടെ ഫേവറേറ്റ് കെ പോപ്പ്, അവള് ഭയങ്കരമായിട്ട് കൊറിയൻ മ്യൂസിക്കും കെ പോപ്പ് ഫാനാണ് കേട്ടോ. ബ്ലാക്ക് പിങ്കിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ബ്ലാക്ക് പിങ്ക് തീം തന്നെ ചെയ്തേക്കാന്ന്. ആൻഡ് ഗ്യാബി ഈസ് ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അവളൊരു 1.5 വയസ്സ് മുതൽ എനിക്കറിയാം. അപ്പൊ ഞാൻ എന്റെ ബേബിനെ പോലെ കൊണ്ടു നടക്കുന്ന കുട്ടിയാണ്. അവൾക്കും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലോസാ. അപ്പൊ ഇന്ന് വിചാരിച്ചു, പെട്ടെന്ന് തീരുമാനിച്ച ബർത്ത്ഡേ പ്ലാൻ ആയതുകൊണ്ട്, തീം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സാധനങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല. അത് ബ്ലാക്ക് പിങ്കിന്റെ എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് ദിവസം കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബർത്ത്ഡേ ഒന്ന് അടിപൊളിയാക്കാന്ന്. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗിൽ ഫുൾ ഗ്യാബിയുടെ ബർത്ത്ഡേ സർപ്രൈസ്, ഗ്യാബിയുടെ ബർത്ത്ഡേ വ്ളോഗാണിത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് ബ്ലാക്ക് പിങ്കിന്റെ ഇമേജസ് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നേ. അപ്പൊ അത് ഞാനിപ്പോ പ്രിന്റ് എടുക്കാൻ വേണ്ടി പോവുക. അപ്പൊ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബർത്ത്ഡേ അടിപൊളിയാക്കാം. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ വ്ളോഗ്, ഗ്യാബിയുടെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാരും കാണും. ബൈ. അപ്പം ഗ്യാബിയുടെ റൂം കംപ്ലീറ്റ് ബ്ലാക്ക് പിങ്ക് തീമിൽ ഇന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ എനിക്ക് മനസ്സിൽ കുറച്ച് ധാരണയുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പ്രിൻറ്റിംഗ് ഷോപ്പിലോട്ടാണ് പോയത്. ബ്ലാക്ക് പിങ്കിൻ്റെ കുറേ ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് അത് ഡിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ കുറച്ച് ക്ലാരിറ്റി, സൈസ് ഇഷ്യൂസ് ഒക്കെ വന്ന് വീണ്ടും ഡിസൈനറിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ കിട്ടി. അതിനുശേഷം അത് കട്ട് ചെയ്യാൻ കുറച്ച് അധികം ഷീറ്റ് ഉണ്ടെങ്കിൽ അവർ കട്ട് ചെയ്ത് തരത്തുള്ളൂ. അപ്പം ഞാൻ തന്നെ അവിടെ നിന്ന് കട്ട് ചെയ്തു. എനിക്കതിൽ വലിയ കഴിവൊന്നുമില്ല, കുറച്ചൊക്കെ കീറിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുളമൊന്നും ആയില്ല. ഒരുവിധം എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്തു. പിന്നെ ബ്ലാക്ക് പിങ്കിലെ 4 ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇമേജുള്ളൊരു ഷീറ്റൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. നമ്മൾ ബലൂൺ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിങ്കും ബ്ലാക്കും, ബ്ലാക്ക് പിങ്കിന്റെ തീമാണല്ലോ. അപ്പൊ പിങ്ക് കിട്ടിയിട്ടുണ്ട്, ഇനി ബ്ലാക്ക് നോക്കണം. ഇതിനിടയിൽ ഗ്യാബി നമ്മളുടെ വീട്ടിൽ വന്നായിരുന്നേ. അവിടെ നമ്മൾ ഡെക്കർ ചെയ്യാൻ പോകണമെങ്കിൽ ഗ്യാബി അവിടെ നിന്ന് മാറണമല്ലോ. അപ്പോൾ ശുചേച്ചി ഗ്യാബിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. ഇന്ന് സെലിബ്രേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യമാണ് കാണുന്നത്. ഹലോ, അപ്പൊ നമ്മള് കേക്ക് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. 2 മിനിറ്റ്സ് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ യൂഷ്വലി എപ്പോഴും കേക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് എല്ലാവരുടെ ബർത്ത്ഡേക്കും മേടിക്കാറ്, ആ തീമിനോട് മാച്ച് ചെയ്യുന്ന പോലെ. അപ്പൊ ഒരു ബ്ലാക്ക് പിങ്ക് കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നേരെ ഗ്യാബിയുടെ വീട്ടിൽ പോകുന്നു. ഗ്യാബിയുടെ ബെഡ്റൂം നമ്മൾ ബ്ലാക്ക് പിങ്ക് തീമിൽ സെറ്റ് ചെയ്യുന്നു. കാണുന്നുണ്ടോ നോക്കിട്ട്? നമ്മളിപ്പോ കേക്ക് ഒക്കെ ആയിട്ട് ഗ്യാബിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതെ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. അതെ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പൊ മുഖം പോലും ക്ലിയർ ആയിട്ട് മേളിലോട്ട് നോക്കാൻ പറ്റാതെ അത്രയും ഹൈറ്റ് ഉണ്ട്. കേക്കിനല്ല, ബോക്സിന് അത്രയും ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് കേക്ക് സേഫ് ആയിട്ട് ഗ്യാബിനകത്ത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാ. അവരപ്പൊ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ ഡെക്കറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ചേച്ചി ഗ്യാബിയും എല്ലാവരും കൂടെ അങ്ങോട്ട് വരും. നമ്മളപ്പോ ഗ്യാബിക്ക് സർപ്രൈസ് കൊടുക്കും. ചാച്ചനൊക്കെ ഒരു ഹായ് പറയൂ. ഇതാണ് ഗ്യാബിക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത കേക്ക്. ബ്ലാക്ക് പിങ്കിലെ 4 ആൾക്കാരും ഉണ്ട്. ദെൻ ഗ്യാബി, ഒരു മൈക്കൊക്കെ ഉണ്ട്. അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എറണാകുളത്തുള്ള ബേക്ക് ഓവൻ എന്നുള്ള ടീമാണ്. വീർപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. മാക്കൂന്റെ എണ്ണോട് വെച്ച് മറന്നു വെച്ചു. അത് ഞങ്ങൾക്ക് ഉപകാരമായി. എല്ലാ പരിപാടികൾക്കും അത് ഉപകാരമാണ്. അതുകൊണ്ട് ഇപ്പം ഈസി ആയിട്ട് ബലൂൺ വീർപ്പിക്കാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. കംപ്ലീറ്റ് പാക്കറ്റ് പിങ്ക് ബലൂണും കംപ്ലീറ്റ് പാക്കറ്റ് ബ്ലാക്ക് ബലൂണും മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഊതി വീർപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടി നടക്കും. ഗ്യാബിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് പിങ്കിന്റെ മേടിച്ച 1-2 സാധനങ്ങളാണ്. ഒന്നൊരു ക്രോപ്പ് ഹുഡീസ് ആണ്. അതിൽ ബ്ലാക്ക് പിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അവളുടെ എല്ലാ ആൾക്കാരുടെ പേരും ഉണ്ട്: ജിസു, ജെന്നി, റോസ്, ലിസ. അപ്പൊ ഇത് അവൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ ആ തീമിനെ മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബലൂൺ പൊട്ടിയതാണ് ആ കേൾക്കുന്നത്. വീർത്തത് കൂടി കഴിയുമ്പോൾ ബലൂൺ പൊട്ടും. അതിന് വേണ്ടി ഒരു ബ്ലാക്ക് പിങ്കിന്റെ ടീഷർട്ടും കൂടെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ സൈസ് കറക്റ്റ് ആണോന്ന് അറിയില്ല. പിന്നെ എല്ലാം ഇന്ന് ഓർഡർ ചെയ്തിട്ട് വരാൻ സമയമെടുക്കും. ഇന്നത്തേക്ക് നമുക്ക് ഒന്നും കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തേക്ക് കിട്ടുന്നത് ഏതാണോ അത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പൊ ഏതാണോ കിട്ടിയത് അത് മേടിക്കുമായിരുന്നു. പിന്നെ ഒരു ബാഗും കൂടെ നമ്മൾ ബ്ലാക്ക് പിങ്കിന്റെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ പറിച്ച് കളയാം, അത്ര രസമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഇതിലും ബ്ലാക്ക് പിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ബാഗും ഹുഡീസ് ഒക്കെ എന്തായാലും യൂസ്ഫുൾ ആവും. ഏതെങ്കിലും പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെ മാറ്റാം. അപ്പൊ ഇനി ഇത് നമ്മൾ പിങ്ക് ഗിഫ്റ്റ് റാപ്പിംഗ് കവർ തന്നെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. അപ്പൊ അതാണ് നെക്സ്റ്റ് പരിപാടി. ഇതാണ് ഗ്യാബിയുടെ റൂം. ഇവിടെയാണ് നമുക്ക് ഡെക്കർ ചെയ്യേണ്ടത്.
ഗ്യാബിയുടെ ബ്ലാക്ക് പിങ്കിനോടുള്ള സ്നേഹം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? ബ്ലാക്ക് പിങ്ക് എന്ന് ഗ്യാബി അവിടെ എങ്ങനെയോ എഴുതി ഒട്ടിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഈ റൂമാണ് ഡെക്കർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ബ്ലാക്ക് പിങ്കിലുള്ള മെയിൻ 4 പേരാണ്. നമുക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ബ്ലാക്ക് പിങ്കിലുള്ള മെയിൻ 4 പേര്. അപ്പൊ അവര് 4 പേരുടെയും ഫോട്ടോ നമ്മൾ പ്രിന്റ് എടുത്തു. ഒരു ഫോട്ടോ ഫ്രെയിമും ഉണ്ട്. അപ്പൊ അതിനകത്ത് സെറ്റ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അതുകൂടെ ഈ റൂമിനകത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. വേറെയും കുറച്ച് പ്രിന്റ്സ് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു വാം ലൈറ്റ് ഉണ്ട്. ഈ വാം ലൈറ്റിനെ നമ്മൾ ഇതിനകത്ത് വാളില് വെക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് അതിൽ കുറച്ച് ഫോട്ടോസ് ഹാങ് ചെയ്തിടാം എന്നുള്ള പ്ലാനാണ്. അമ്മച്ചി ഇവിടെ ബലൂണുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും ചാച്ചനും അത്യാവശ്യം നല്ല സപ്പോർട്ടാട്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്നോളും. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ എല്ലാ പരിപാടികളും ചെയ്യാനായിട്ട് തുടങ്ങി. ഗ്യാബി നമ്മളുടെ വീട്ടിലാണ്. അപ്പം ഗ്യാബിനി തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡെക്കറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഞാനും ജോർജിയും കൂടെ ഒരു വാം ലൈറ്റ് ഓൾറെഡി മേടിച്ചിരുന്നു. വാം ലൈറ്റാണ് ഇന്നത്തെ മെയിൻ താരം. അപ്പം അതിനകത്ത് നമ്മൾ ബ്ലാക്ക് പിങ്കിൻ്റെ ഇമേജസ് എല്ലാം വെക്കാം എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ മേടിച്ച സാധനത്തിന് കുറച്ച് സൈസ് കുറഞ്ഞു പോയി. അപ്പം ഞാനും ജോർജിയും കൂടെ അതിനെ അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഞങ്ങളത് സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ഗ്ലൂ ഗമ്മൊക്കെ വെച്ചിട്ട് അതിനെയൊക്കെ പേസ്റ്റ് ചെയ്ത് എല്ലാം ഒരുവിധം കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം ഇനി ഇതിൽ ബ്ലാക്ക് പിങ്കിന്റെ ഇമേജസ് ഒക്കെ വെക്കണം. 3M എന്ന് പറഞ്ഞിട്ട് ഒരു ടേപ്പ് ഉണ്ട്. ഇത് ഫോട്ടോ ഫ്രെയിംസ് ഒട്ടിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങോട്ട് അടുത്തോട്ട് വാ. ഞാൻ ബ്ലാസ്റ്റ് ചെയ്തതിന്റെ പറഞ്ഞല്ലോ, ഈ ഒരു സാധനം ഒട്ടിക്കാൻ വേണ്ടി ഒരു ടേപ്പ് കംപ്ലീറ്റ് തീർത്തു. നമ്മള് എല്ലാത്തിനും കൂടെ മേടിച്ച ഒരു ടേപ്പ്. അത് ആ ഒരു ഫ്രെയിമില് ഒരാളല്ല 4 പേരാണ്. 4 പേർക്ക് ഇത്രയും വെയിറ്റ് നോക്കൂ, ഇതാണ് 3M എന്ന് പറഞ്ഞ ടേപ്പ്. ഈ ഫ്രെയിമിൽ ഇത് വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഒട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് പരീക്ഷിച്ചു, അപ്പൊ അതിനു വേണ്ടി മേടിച്ചതാണ്. അപ്പൊ ബ്ലാക്ക് പിങ്കിന്റെ മെയിൻ 4 ഗേൾസിന്റെയും ഫോട്ടോ ഫ്രെയിംസ് നമ്മൾ വെച്ചു. നമ്മൾ ഏകദേശം ഇത് ഒട്ടിച്ചു തീരാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചി അവിടെ നമ്മൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് നോക്കിയപ്പോ ഇല്ല. അപ്പൊ നമ്മള് ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് അതിലൊരു ബ്ലാക്ക് കളർ ഇതുണ്ടായിരുന്നു, എന്താണ് എന്റെ പേര്, ചാർട്ട് പേപ്പർ. അപ്പൊ അത് ഒട്ടിച്ചിട്ട് ഒരു തൽക്കാലത്തേക്ക് ഒരു വേറെ ചെറിയ ടേബിൾ ഉണ്ട്, പക്ഷെ ഇങ്ങനെ സ്റ്റാൻഡിങ് ടേബിൾ ഒന്നുമില്ല. അപ്പൊ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതങ്ങ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. അതാണ് ഗ്യാബിയുടെ ബ്ലാക്ക് പിങ്കിലെ എല്ലാ ക്യാരക്ടേഴ്സും കൂടെ നമ്മൾ മറ്റേ ChatGPT വെച്ച് ഗിബ്ലി ചെയ്തതാണ്. എന്നിട്ട് അതും കൂടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. കേക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചാർട്ട് പേപ്പർ വെച്ച്. കുറെ ബലൂൺസ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ചാച്ചൻ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ നമ്മൾ അതും പിങ്ക് കളർ മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് ഡോറിൽ വല്ലതും വെക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇനി അത് ചെയ്യണം. അത് കഴിഞ്ഞ് ബലൂണൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. സമയം ഓൾമോസ്റ്റ് നൈറ്റായി. അവരിപ്പോഴും പുറത്താണ്. നമ്മൾ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കാൻ സത്യത്തിൽ സമയം കിട്ടുന്നില്ല. നമ്മളിനി ബലൂൺസ് ഒട്ടിക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി. അമ്മച്ചി ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. കാര്യം ഞങ്ങൾ ലാസ്റ്റ് ടൈം 2 സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഭയങ്കര കുളമായി പോയായിരുന്നു. ബിക്കോസ് ചുമര് മൊത്തം അടർന്നു വന്നായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് എല്ലാം ഒട്ടിക്കുന്നത്. അമ്മച്ചി എനിക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ബലൂൺ ഇങ്ങനെ ഒട്ടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലാക്ക് ബഷീർ നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. അപ്പൊ ഇത് വിരിക്കാൻ തൽക്കാലം. ഒരുവിധം നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. ഇനി ഹാപ്പി ബർത്ത്ഡേ ടാഗ് നമ്മൾ കേർട്ടനിൽ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഗ്ലൂ ഗം ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആണ്. ചുമരിൽ നിന്ന് ഈ മതിലില് ഒന്നും ചുമര ഇളകാതെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഡബിൾ സൈഡ് ടേപ്പും വേറെ ടേപ്പൊക്കെ ആണെങ്കിൽ പെയിന്റ് ഇളകി വരുമല്ലോ. ഇത് അവിടെ നിന്ന് ഇളകാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഹലോ ഗായ്സ്, അപ്പൊ ഇതാണ് ഡോറിൽ ചെയ്തിരിക്കുന്നത്. ഗ്യാബീസ് ബ്ലാക്ക് പിങ്ക് വേൾഡ് എന്ന് കുറച്ച് ചാർട്ട് പേപ്പർ മേടിച്ചു. എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അവിടെ വെച്ചതേ ഉള്ളൂ. And this is the final look. Yeah. പിന്നെ മൊത്തം ഗ്യാബിയുടെ ബ്ലാക്ക് പിങ്കിലത്തെ 4 ആൾക്കാരാണ്. എൽസ, ജിസു, റോസ്, ജെനി. അപ്പൊ 4 പേരുടെയും അവിടെ ഫോട്ടോസ് ഒട്ടിച്ചു. ഇവിടെയൊക്കെ അവിടെ ലേസർ പ്രിന്റ് എടുത്തിട്ട് അവരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഇമേജസ് ഒട്ടിച്ചു. ആൻഡ് കേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഗ്യാബിക്ക് വേണ്ടി ബ്ലാക്ക് പിങ്ക് തീമില്. ആൻഡ് ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടാഗ് ഒട്ടിച്ചു. ഇത് നമ്മൾ ChatGPTയുടെ ഹെൽപ്പ് എടുത്ത് ചെയ്തതാ. ഇതിൽ 4 പേരും ഉണ്ട്. We love you, Gabby. We also love you, Gabby. അപ്പൊ ഗ്യാബി കുട്ടിക്ക് ഈ വർഷം ഭയങ്കര അടിപൊളി വർഷമാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. എല്ലാം അടിപൊളിയായിരിക്കും ഈ വർഷം.
അങ്ങനെ ദേ ഇത്ര നേരം ആരുടെ ഹാപ്പിനെസ് ആണോ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ആളെത്തി. ആക്ച്വലി നമ്മുടെ കാറ് താഴേന്ന് കണ്ട് മനസ്സിലായി ഞങ്ങളിവിടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ മാത്രം ഇല്ല. എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനില്ലാന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും ഗ്യാബിനെ ഹാളിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്യാബി റൂമിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ആ ഈ ഡെക്കറും ഒക്കെ കണ്ടത്. ആള് ഭയങ്കര ഹാപ്പിയായി. ഒക്കെ പറഞ്ഞു തന്നു. എല്ലാവരും കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. കുറേ ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ വിട്ടുപോയി. അങ്ങനെ ഗ്യാബിയുടെ ഗിഫ്റ്റുകളൊക്കെ എടുത്ത് ഗ്യാബി ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് പയ്യെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. ഓരോ ഗിഫ്റ്റുകളും സത്യത്തിൽ നമ്മൾ ബ്ലാക്ക് പിങ്കിൻ്റെ സാധനങ്ങൾ തന്നെയാണ് മേടിച്ചത്. ബ്ലാക്ക് പിങ്കിൻ്റെ ബാഗ്, ഹുഡീസ് അങ്ങനെ എല്ലാം. അപ്പോൾ അവൾക്ക് ഓരോന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോന്നിലും ബ്ലാക്ക് പിങ്ക് എന്ന് കണ്ടിട്ട് അതിൻ്റെ ഹാപ്പിനെസ്. അപ്പോൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ആ ഹുഡീസ് ഇട്ടിട്ടാന്ന് പറഞ്ഞിട്ട് അത് മാറ്റാനൊക്കെ ആയിട്ട് പോയി. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞാണ് ഇഷ്ടപ്പെട്ടോ ഗാബി ചേച്ചിയുടെ ഡ്രസ്സ്? ഓ, നമ്മളെല്ലാവരും ബ്ലാക്കും പിങ്കും ആണല്ലോ. ഗാബി ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പവർ ബാങ്ക് ഇല്ലല്ലോ അളിയാളിന്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഗ്യാബി കേക്കൊക്കെ കട്ട് ചെയ്തു. കുഞ്ഞുവിന് കുറച്ച് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവൻ കുറേ നേരമായിട്ട് അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബാക്കി എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു തുടങ്ങി. അഞ്ചേട്ടനും ശുചേച്ചിയൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. എല്ലാവരും ബ്ലാക്കും പിങ്കും ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇട്ടത്. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ എഫേർട്ട് ഇടും കേട്ടോ. ഓരോരുത്തരെ സന്തോഷിപ്പിക്കാനും ഓരോ സർപ്രൈസസ് പ്ലാൻ ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിൽ പോലും എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മളുടെ എഫേർട്ടൊക്കെ ഇട്ട് ഒരാളെ ഹാപ്പി ആക്കാൻ നോക്കുക. അതിൽ എല്ലാവരും ഒരുപോലെ ഇൻവോൾവ് ചെയ്യുക. പലപ്പോഴും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ചുറ്റുമുള്ള നല്ല ആൾക്കാരെയും നല്ല ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എപ്പോഴും കൂടെ ഉള്ളത് ഭയങ്കര ഒരു അസറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടോന്ന് പറയൂ. കുഞ്ഞു കേക്ക് How was it? Out of 10? 10 out of 100. 10 out of 100 എന്ന് പറഞ്ഞാൽ 100 അതെ. അപ്പൊ ഗ്യാബി നമുക്ക് 10ൽ 100 മാർക്സ് തന്നിട്ടുണ്ട്. കുഞ്ഞ്, കേക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എല്ലാ ഫേവറേറ്റ് ഗേൾസുകളുണ്ട്. ഗ്യാബി ഇടയ്ക്ക് ഡൗൺ ആവുമ്പോ അവരെ നോക്കുമ്പോ we love you ഗ്യാബി and we also love you ഗ്യാബി. അപ്പം ഞങ്ങളുടെ തുള്ളിച്ചാട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങൾ എത്ര ഹാപ്പി ആയിരിക്കുകയാണെന്ന്. അപ്പം ഗ്യാബി എന്ന് പറഞ്ഞു എൻ്റെ വീഡിയോയിൽ വന്ന് ഗ്യാബി സംസാരിക്കാം ബർത്ത്ഡേനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പം നമുക്കിനി അത് കാണാം. ഇതാണ് നമ്മുടെ ഗ്യാബിക്കുട്ടി. ഗ്യാബിക്കുട്ടി ക്യാമറ ഫേസ് ചെയ്യുന്ന ആളേ അല്ല. ഇന്ന് നമുക്ക് വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബർത്ത്ഡേ സർപ്രൈസ് ആണ് ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു തന്നതാ. ഗ്യാബിന് ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അങ്ങനെയല്ല, പെർസെപ്ഷന് ഒന്നിച്ച ചിലപ്പോ നോക്കിയാലും ഫസ്റ്റ് അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസ് ആണോ ഈ പ്ലക്ക് ചെയ്തതാണോ അതോ എനിക്ക് എല്ലാം ഇഷ്ടായി. എനിക്ക് ഇങ്ങനെ തോക്കിടുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്താലും എന്റെ റൂം ഇത്ര ഇതാക്കുമെന്ന് എനിക്ക് ഇതൊട്ടും ഇതല്ല. ഞാൻ അവിടെ ഒന്നും കണ്ടില്ലാത്തോണ്ട് ഉണ്ണിച്ചോന്റെ പൊഞ്ഞ് പോപ്പി മേളിലാന്നൊക്കെ. അപ്പൊ ഞാൻ മേളിൽ വല്ലാണ് വെച്ചത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലൊക്കെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റൂമിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ നോക്കിയാൽ ഒന്നും ഇല്ല. ഇതെന്താ ചുമ്മാ അണ്ണാണോ? ബ്ലാക്ക് പിങ്ക് തീമിൽ റൂം ഡിസൈൻ ചെയ്യണം. നമ്മൾ കേറി വന്നപ്പോ കണ്ടില്ലായിരുന്നു ഒരു ബ്ലാക്ക് പിങ്ക് ഗ്യാബി തന്നെ വെട്ടി ഒട്ടിച്ച ഒരു ബ്ലാക്ക് പിങ്ക് ചമ്മറിലുണ്ടായിരുന്നു. എന്താണ് നേരത്തെ താഴെ കാറ് ഉണ്ടായിരുന്നു. വന്നപ്പോ ഇവിടെ തന്നെ ഇരുന്നല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ വന്നില്ലേ, അപ്പൊ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ മേടിച്ചു. അപ്പൊ അവര് വരുന്നുണ്ട്. 11 years old. ഇപ്പൊ എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി.
അവിടെ ഫുഡൊക്കെ അമ്മച്ചിക്ക് എന്ത് പിടിക്കും, നിങ്ങൾക്ക് എന്ത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ചെറിയ ഇത് വെച്ച ഞാൻ അതങ്ങനെ അത്ര ഇതില്ല. ഇവിടെ വന്നപ്പോ ബ്ലക്കർ 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 എവിടെ അതവിടെ കണ്ടു. ഇങ്ങനെ കുറെ ചെറുതായിട്ടൊക്കെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി, ഡോർ അടിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന അങ്ങനെ പോവാണ്. പോകാൻ നേരത്ത് വാട്ട പിടിക്കി, ഇത് പിടിക്കി, അത് പിടിക്കി. ഞാൻ അതെല്ലാം പിടിച്ച് ഓടി വന്നു. അപ്പൊ കുറെ ബോക്സ് ഒക്കെ കണ്ടു. അപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത്രേ ഉള്ളു അല്ലേ? സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ തനിയെ കിടക്കുവോ? ഞാൻ ഒത്തിരി നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ബ്ലാക്ക് പിങ്കിന്റെ തീമില് റൂം സെറ്റ് ചെയ്യാമെന്ന്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും പോലെയാ. എല്ലാവർക്കും ഗ്യാബിക്കുട്ടിയുടെ ഈ വർഷം അടിപൊളിയാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആൻഡ് ഗ്യാബിയുടെ ഡ്രീംസ് ഒക്കെ ഈ വർഷം നടക്കട്ടെ. ഓക്കെ, അടിപൊളിയല്ലേ കുഞ്ഞു? ഹാപ്പി അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. ഇത് ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. എപ്പോൾ കാണുമ്പോഴും അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ. ഇതിനിടയിൽ കുഞ്ഞു വന്നിട്ട് അവൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയില്ല. അവൻ കുറേ തെളിച്ചാടി നമ്മുടെ ഒപ്പം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. നല്ല ബിരിയാണിയും അൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ എല്ലാ പരിപാടിയും ഭയങ്കര അടിപൊളിയായി നടന്നു. ഇനി പോവുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. ഗ്യാബി ഭയങ്കര ഹാപ്പിയായി, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. രാവിലെ ഒരു ഐ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അപ്പൊ അതുകൂടെ ചെയ്യണം. അപ്പൊ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.